ആ കോളേജ് അവിടെ ഉണ്ടായിരിക്കും, അയാൾ പറയാ ഞങ്ങൾക്ക് ഇവിടെ കോളേജുകൾക്ക് അനുമതി തരുന്നില്ല, സ്ഥലം വിട്ടു നൽകുന്നില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം ആദരിച്ചത് ആരെയാണ്? മറ്റു മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏക്കർ കണക്കിന് സ്ഥലം വിട്ടു നൽകിയ ഒരു മനുഷ്യനെയാണ്. ഇതൊക്കെ വേർതിരിച്ച് പറയേണ്ടി വരുന്നത് എന്റെ കാലത്തിന്റെ നിസ്സഹായതയാണ്, ക്ഷമിക്കുക. എന്തൊക്കെയാണ് ആ പ്രസ്താവന? ഈ പറഞ്ഞ പോലെ ശ്വാസം മുട്ടുന്നു. ഇവിടെ കോളേജും അനർഹമായതെല്ലാം മുസ്ലിം സമുദായം വാങ്ങി വെച്ചിരിക്കുകയാണ്. ആ ശ്വാസം മുട്ടുന്ന നാട്ടിൽ, ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്, എന്റെ പെരിന്തൽമണ്ണ തന്നെ ഉണ്ട് ഒരു SNDP കോളേജ്. എല്ലാ വിഭാഗം കുട്ടികളും പഠിക്കുന്ന, എല്ലാ വിഭാഗം അധ്യാപകരും പഠിപ്പിക്കുന്ന, എല്ലാവരും സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു SNDP കോളേജ്. അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത്ര കാളകൂട വിഷം ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ആ കോളേജിനെ കുറിച്ചല്ല, ആ മാനേജ്മെന്റിനെ കുറിച്ചും അല്ല, പക്ഷെ അതിന്റെ പേരിൽ അധികാരവുമായി നടക്കുന്ന ഇത്തരം മനുഷ്യരുടെ ഉള്ളിലുണ്ടെന്ന്. ആ കോളേജ് വളരെ സമാധാനത്തോടു കൂടി ഞങ്ങളുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണല്ലോ. ആ കോളേജ് അവിടെ ഉണ്ടായിരിക്കും, അയാൾ പറയാ ഞങ്ങൾക്ക് ഇവിടെ കോളേജുകൾക്ക് അനുമതി തരുന്നില്ല, സ്ഥലം വിട്ടു നൽകുന്നില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം ആദരിച്ചത് ആരെയാണ്? ആദ്യം ആദരിച്ചത് മറ്റു മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 25 ഏക്കർ സ്ഥലം വിട്ടു നൽകിയ, ഏക്കർ കണക്കിന് സ്ഥലം വിട്ടു നൽകിയ ഒരു മനുഷ്യനെയാണ്. ഇതൊക്കെ വേർതിരിച്ച് പറയേണ്ടി വരുന്നത് എന്റെ കാലത്തിന്റെ നിസ്സഹായതയാണ്, ക്ഷമിക്കുക.